മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ചതി അവരുടെ പ്രത്യാശാസ്ത്രമാണ്. ചതി അവരുടെ കൂടപ്പിറപ്പാണ്. ചതിയാണ് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. ചതി വീണ്ടും ആവർത്തിക്കാം. നോട്ട് നിരോധനം മുതൽ പൗരത്വ ഭേദഗതി നിയമം വരെ കേന്ദ്ര സർക്കാരിന്റെ ചതിയുണ്ട്. ചതി തിരിച്ചറിഞ്ഞാൽ നമുക്ക് നേരുമായി മുന്നോട്ട് പോകാം. പറഞ്ഞു വരുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭ പരിപാടികളും പ്രതിഷേധങ്ങളും ഇപ്പോൾ രാജ്യത്ത് ചെറിയ രീതിയിൽ അസ്തമിച്ചിരിക്കുകയാണ്. ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ ഡൽഹിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു, 50 പേരിൽ കൂടുതലുള്ള ഒരു പരിപാടിയും ഡൽഹിയിൽ പാടില്ല എന്ന്. ആ തീരുമാനം പരിപൂർണമായും അനുസരിക്കേണ്ടത് രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഷാഹിൻബാഗിലെ സമരക്കാർക്കും അത് ബാധകം തന്നെയാണ്. അതൊരിക്കലും പരാജയമല്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ഐശ്വര്യത്തിന്, ക്ഷേമത്തിന്, അവരുടെ നന്മയ്ക്ക്, ഈ രാജ്യത്തിന്റെ അന്തസ്സിന് വേണ്ടിയിട്ട് നിലവിൽ ആരോഗ്യ വകുപ്പ് പറയുന്നത് അനുസരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന്റെ ഭാഗമായിട്ട് രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തെ എല്ലായിടങ്ങളിലും, എന്തിനു വേണം പറയാൻ, കേരളത്തിൽ പോലും തിരുവനന്തപുരത്തെ ഷാഹിൻബാഗ്, കോഴിക്കോട്ടെ ഷാഹിൻബാഗ്, ഷാഹിൻബാഗ് മാതൃകയിലുള്ള ഷാഹിൻബാഗ് പോയിന്റുകൾ, ആസാദി സ്ക്വയറുകൾ, അങ്ങനെ നിരവധി പ്രക്ഷോഭ പരിപാടികൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊറോണ പടരാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊരിക്കലും പരിപൂർണമായിട്ടുള്ള അവസാനമല്ല. അതുകൊണ്ട് സംഘപരിവാർ പ്രവർത്തകരെ, നിങ്ങളുടെ ചിരി നിർത്തിക്കൊള്ളുക. ചിലപ്പോൾ ഷാഹിൻബാഗിലെ സമരക്കാരും അവിടെ നിന്ന് പോയി എന്ന് വന്നേക്കാം. പക്ഷേ അതൊരിക്കലും പരാജയത്തിലേക്കുള്ള പോക്കല്ല. ഷാഹിൻബാഗിൽ നിലവിൽ സമരം ചെയ്യുന്നുള്ളത്, കേരളത്തിലെ വിവിധയിടങ്ങളിൽ സമരം ചെയ്യുന്നുള്ളത്, അതൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് മുസൽമാന്റെ പ്രശ്നമല്ല, രാജ്യത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണ് അവർ അവിടെ സമരം ചെയ്യുന്നുള്ളത്. കൊറോണ രാജ്യത്തിന്റെ പ്രശ്നമായി വരുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രശ്നത്തെ കൃത്യമായി മാനിക്കാൻ അവർ തയ്യാറാവുക തന്നെ ചെയ്യും. കാരണം അവർ പോരാടിയിട്ടുള്ളത്, അവർ സമരം ചെയ്തിട്ടുള്ളത് രാജ്യത്തിന് വേണ്ടിയാണ്. കൊറോണയും ഇപ്പോൾ ലോകത്തിന്റെ, രാജ്യത്തിന്റെ വിഷയമാകുമ്പോൾ അവർ ഒരിക്കലും ഈ സമയത്ത് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും അനുസരിക്കാതിരിക്കില്ല. കാരണം അവർ അനുസരിക്കുന്ന കുട്ടികളായി മാറും. പക്ഷേ അവർ അനുസരിക്കാതെ വരും. COVID-19 അഥവാ കൊറോണ വൈറസിനെ തുരത്തിക്കഴിഞ്ഞാൽ, കൊറോണ വൈറസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ രാജ്യ തലസ്ഥാനത്തും കേരളത്തിലും ഒരിക്കൽ കൂടി മികച്ച രീതിയിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്ത് കത്തിജ്വലിക്കുക തന്നെ ചെയ്യും. ആ വിഷയത്തിൽ സംഘപരിവാർ പ്രവർത്തകരെ, BJP നേതാക്കളെ, നിങ്ങൾ ആരും സന്തോഷിക്കേണ്ട. പ്രായത്തെ മറന്നുകൊണ്ട്, ജോലി മറന്നുകൊണ്ട്, രാജ്യത്ത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഊർജം കൊണ്ട് തീർച്ചയായും ആ സമരപ്പന്തലിൽ എല്ലാവരും ഉണ്ടാകും. ഈ പറയുന്ന ഞാനും ഉണ്ടാകും. അതിനാൽ തന്നെ നിങ്ങൾ ഒരുപാട് ചിരിക്കരുത്. കേന്ദ്ര സർക്കാർ കൊറോണയിലൂടെ ചിലപ്പോൾ പണി തന്നു എന്ന് വിചാരിക്കുന്ന സംഘിക്കോമരങ്ങളെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കൊറോണ എന്ന് പറയുന്നത് പൊതുവിഷയമാണ്. ആ പൊതുവിഷയത്തെ ഏത് രീതിയിൽ ഏറ്റെടുത്ത് എങ്ങനെ മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകണമെന്ന് നിങ്ങളെപ്പോലെ ഗോമൂത്രം കുടിച്ച് ചാണക കേക്ക് തിന്നുകൊണ്ട് അതിനെ നേരിടുന്ന ചിന്താഗതിയിലല്ല ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധക്കാർ നേരിടുന്നത്. അവർ ഭരണഘടനയ്ക്ക് വില നൽകുന്നവരാണ്. അവർക്ക് കൃത്യമായി അറിയാം ഏത് രീതിയിൽ കൊറോണയെ നേരിടണം എന്നുള്ളത്. അതിനാൽ തന്നെ ഉറച്ച സ്വരത്തിൽ പറയുന്നു, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർ, അതുപോലെ തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നവർ, ഈ COVID-19 ശേഷം നമ്മളൊക്കെ വീണ്ടും തെരുവിലിറങ്ങണം. തെരുവുകളിൽ പഴയതുപോലെ തന്നെ ജനാധിപത്യ മര്യാദകളെ ലംഘിക്കാതെ കൃത്യമായ രീതിയിൽ
നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയില്ലെങ്കിൽ ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ മുന്നോട്ട് വന്നേക്കാം. മോദിയും അമിത്ഷയും ഈ രാജ്യത്ത് സമരം അവസാനിച്ചിരിക്കുന്നു, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു സമരവുമില്ല എന്നുള്ള ഒരു മുൻഗണനയുമായി സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം. അതിനാൽ COVID-19 ശേഷം നമ്മൾ ഇറങ്ങും, ഈ തെരുവുകൾ നമ്മൾ സജീവമാക്കും. പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.